നമസ്കാരം. ഫിലിസ് ഫോഗ് ലണ്ടനിലെ ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലെ ഒരു വലിയ വീട്ടിൽ താമസിക്കുന്നു. എന്നും രാവിലെ കൃത്യം 11 മണിയാകുമ്പം അദ്ദേഹം ലണ്ടനിലെ പ്രശസ്തമായ റിഫോംസ് ക്ലബിലെത്തുന്നു. അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറും ക്ലബിൽ നിന്ന് തന്നെയായിരിക്കും. എന്നും അർദ്ധരാത്രിയോടെ 12 മണിയാകുമ്പം വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ദിവസത്തിൻ്റെ ഏറിയ പങ്കും ക്ലബിലാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം വർഷങ്ങളായി ആ പോസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയയിലെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, ക്ലബിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. എല്ലാവരോടും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കും, ആരോടും അധിക സംസാരമില്ല. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെല്ലാം കൈയൊഴിഞ്ഞ സഹായം, അതുകൂടാതെ പലരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കും. എന്നാൽ അനാവശ്യമായിട്ട് ഒരു പൈസ പോലും ചെലവഴിക്കില്ല. പിന്നെ ഭക്ഷണം, അത് വളരെ ലാവിഷാണ്. ഭക്ഷണം സെർവ് ചെയ്യുന്നവർക്ക് നല്ല ടിപ്പും കൊടുക്കും. പക്ഷേ ഭക്ഷണമെല്ലാം നല്ല വില കൂടിയ പ്ലേറ്റുകളിലൊക്കെ സെർവ് ചെയ്യണം. അതൊക്കെ അദ്ദേഹത്തിന് വളരെ നിർബന്ധമാണ്. അത് മാത്രമല്ല, അദ്ദേഹം കഴിക്കുന്ന ഡ്രിങ്ക്സ്, അത് കൂൾ ഡ്രിങ്ക്സ് ആയാലും കൊള്ളാം, വല്ല സ്കോച്ച് വിസ്കിയൊക്കെ ആണെങ്കിലും കൊള്ളാം, അതിലിടുന്ന ഐസ് ഇന്നത്തെ കാലമല്ല, റെഫ്രിജറേറ്ററൊന്നും പ്രചാരത്തിലായ കാലമല്ല. ഐസൊക്കെ ഓരോ മഞ്ഞ തടാകങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസ് വളരെ വില പിടിച്ച ഒരു വസ്തുവാണെന്ന്, അത് തന്നെ ഒന്നുകൂടി വില കൂടിയത് വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതായത് അമേരിക്കയിലെ ചില ലേക്കുകളിൽ നിന്നുള്ള ഐസ് തന്നെ വേണം, ആ ഐസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഏതായാലും ആ ഐസ് ഇട്ട് മാത്രമേ അദ്ദേഹത്തിനുള്ള ഡ്രിങ്ക്സ് എല്ലാം കൊടുക്കാറുള്ളൂ. ഇത്രയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ആൾക്കാർക്ക് അറിയാവൂ. അദ്ദേഹം ആ ക്ലബിൽ എത്തിയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ലണ്ടനിലെന്നല്ല ബ്രിട്ടനിലെ തന്നെ പ്രശസ്തമായ ബാരിങ്സ് എന്ന ബാങ്കിന്റെ ഉടമയുടെ റെക്കമെൻഡേഷനോടെയാണ്. ബാരിങ്സ് എന്ന ബാങ്കർ ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിൽ വരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനോടെയാണ് ഈ റിഫോംസ് ക്ലബിൽ ഫിലിസ് ഫോഗ് ജോയിൻ ചെയ്തത്. അതെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. എല്ലാ പേയ്മെന്റ്സും അദ്ദേഹം ചെക്കായിട്ട് കൊണ്ടാണ് കൊടുക്കുക. അത് ഈ ബാരിങ്സ് ബാങ്കിലെ ചെക്കായിരിക്കും. അത് ബാങ്കിൽ എത്തിയാൽ ഉടനെ ക്യാഷാണ്. അത്രയും മാത്രമേ മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയൂ. കൂടുതൽ യാതൊന്നും അറിയില്ല. എന്താണ് അദ്ദേഹത്തിന്റെ ജോലി? ബിസിനസ്സാണോ അതോ മറ്റെന്തെങ്കിലും സർവീസാണോ? അതും ആർക്കും അറിയില്ല. എന്നാൽ എല്ലാ ആവശ്യത്തിനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യക്കാർക്കെല്ലാം കൊടുക്കും, അനാവശ്യത്തിനൊന്നും ചെലവാക്കുകയില്ല. എന്നാൽ പിശുക്കൊന്നുമല്ല. എല്ലാ ആവശ്യങ്ങൾക്കും, അത് സ്വന്തം കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലും അദ്ദേഹം ചെലവാക്കും. അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസം എന്ന് മാത്രമേ എല്ലാവർക്കും അറിയൂ. ഭാര്യയും മക്കളും ഉണ്ടോ, അവർ വേറെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടോ, മറ്റ് ബന്ധുക്കളുടെ അവസ്ഥ എന്താണ്, ഇതൊന്നും ആർക്കും അറിയില്ല. പിന്നെ ഒരു കാര്യം എല്ലാവരും ഊഹിച്ചിട്ടുണ്ട്, അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ഈ ക്ലബിലെ പല ആൾക്കാരും ലോകത്തെ പല രാജ്യങ്ങളെക്കുറിച്ചും പല അഭിപ്രായങ്ങളൊക്കെ പറയും. ഒന്നാമത് ഇന്നത്തെ പോലെ മീഡിയ കവറേജ് കൂടുതലുള്ളൊരു കാലമല്ല. അന്നാകെ ന്യൂസ് പേപ്പർ എന്നൊരു മീഡിയം മാത്രമേ ഉള്ളൂ. അത് തന്നെ ഒരു ലക്ഷറിയാണ്. സാധാരണക്കാരൻ ന്യൂസ് പേപ്പർ പോലും അവൈലബിൾ അല്ലാത്ത ഒരു കാലമാണത്. ആ കാലഘട്ടത്തിൽ അത് ഈ ക്ലബിലെ പല ആൾക്കാരും പല രാജ്യങ്ങളെ കുറിച്ചും പല അഭിപ്രായങ്ങളും പറയും. അത് പലപ്പോഴും ഒരാൾ പറയുന്നതിനെതിരായിട്ട് മറ്റൊരാൾ പറയും, തർക്കങ്ങളുണ്ടാവും. ആ സമയത്ത് ഫിലിസ് ഫോഗ് അത് കറക്റ്റ് ചെയ്യും. ഇന്നതാണ് ശരി എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. കാരണം അത്രയും ആധികാരികമായിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം മിക്കവാറും എല്ലാ രാജ്യങ്ങളിലൂടെയും യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഏകദേശം ഉറപ്പാണ്. അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ആരും ചോദിക്കാനും ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. കൃത്യം 11 മണിക്ക് ക്ലബിലെത്തുക, അതുപോലെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. കൂടാതെ രാവിലെ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും ഒരു കാര്യമുണ്ട്, ഒരു നടത്തം. അതൊന്നുകിൽ അദ്ദേഹത്തിൻ്റെ ആ വലിയ വീട്ടിലെ
എൻട്രൻസ് ഹാളിലായിരിക്കും. അതല്ലെങ്കിൽ ആ വീട്ടിൽ ഒരു സർക്കുലർ ഗാലറി ഉണ്ട്, ഒരുപാട് ലക്ഷറി പെയിൻറ്റിങ്സ് എല്ലാം എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാലറി. ആ ഗാലറിക്കകത്തൂടെ അദ്ദേഹം കുറേ നേരം നടക്കും. പിന്നെയുള്ള ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നത് ചീട്ടുകളിയാണ്. ചീട്ടുകളിയിൽ തോറ്റാൽ ഒരു വിഷമവുമില്ല, മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും വരില്ല. അദ്ദേഹം അപ്പോഴേ ആ തോറ്റ എമൗണ്ടിനുള്ള ചെക്ക് കൊടുക്കും. ജയിച്ചാൽ കിട്ടുന്ന പൈസ മുഴുവൻ അപ്പം തന്നെ ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യും. അത് സേവ് ചെയ്യുന്ന ഇടപാടില്ല. ഇത്രയും കൃത്യനിഷ്ഠയോടെ ജീവിക്കുന്ന മനുഷ്യൻ 1872 ഒക്ടോബർ 2 രാവിലെ 11 മണി കഴിഞ്ഞിട്ടും ക്ലബിലേക്ക് പോകുന്നില്ല. വീട്ടിലെ ഒരു ഹാൻഡ് ചെയറിൽ അങ്ങനെ ഇരിക്കുകയാണ്. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് രാവിലെ ആ വീട്ടിലൊരു സംഭവം നടന്നു. അദ്ദേഹത്തിന് ഒരു സെർവൻ്റ് ഉണ്ട്. ആ സെർവൻറ്റിനെ അദ്ദേഹം പിരിച്ചുവിട്ടിരിക്കുന്നു. പിരിച്ചുവിടാനുള്ള കാരണം രാവിലെ ഷേവിങ്ങിന് വേണ്ടി സെർവൻ്റ് കൊണ്ടുവച്ച വെള്ളത്തിന് ടെമ്പറേച്ചർ അല്പം കുറഞ്ഞുപോയി. ഏകദേശം ഒരു 2 ഡിഗ്രി ഫാരൻഹൈറ്റിൻ്റെ വ്യത്യാസം. സെൽഷ്യസ് കണക്കിൽ പറഞ്ഞാൽ അപ്പം അത്രയും ഇല്ല. ജെയിംസ് ഫോസ്റ്റർ എന്ന അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിനെ അദ്ദേഹം പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടപ്പോൾ തന്നെ അദ്ദേഹം അവിടെ ഒരു അഡ്വർടൈസിങ് ഏജൻസിയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ അവിടെ എല്ലാം പരസ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത്തെ രീതിയിലുള്ള പരസ്യങ്ങളല്ല. സ്ട്രീറ്റിലെ പല ഭാഗത്തും നോട്ടീസ് ബോർഡിൽ എക്സിബിറ്റ് ചെയ്യും, ഇന്ന ആൾക്ക് ഇന്ന രീതിയിലുള്ള വർക്കിന് ഒരാൾ ആവശ്യമുണ്ട്. ആവശ്യക്കാർ നേരെ ഈ ഏജൻസിയിലെത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ അവർ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷമാണ് വർക്കിന് വേണ്ടി അയാളെ റെക്കമെൻഡ് ചെയ്യുക. 11:20 കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡോർബെല്ല് ശബ്ദിച്ചു. അദ്ദേഹം വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഡോറ് തുറന്നു. അകത്തേക്ക് അദ്ദേഹത്തിൻ്റെ പഴയ സെർവൻറ്റ് ജെയിംസ് ഫോസ്റ്റർ കയറി വരുന്നു. പുറകെ മറ്റൊരു മനുഷ്യൻ. ജെയിംസ് ഫോസ്റ്റർ പറഞ്ഞു, സാറിൻ്റെ പുതിയ സെർവൻറ്റ്. ഒന്ന് അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ ഫിലിസ് ഫോഗ് പറഞ്ഞു, ഫ്രഞ്ചുകാരനാണല്ലേ, പേരെന്താ, ജോൺ ആണോ? അല്ല സാർ, ജാൻ പസ്പൂഷ്. ഇങ്ങനെയാണത് എഴുതുക. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഓതർ ഷൂൾസ് വേണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് ജൻ പസ്പൂഷ് എന്നാണ് അത് വായിക്കേണ്ടത്. ഏതായാലും പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാൾ വായടച്ചില്ല. പിന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ഞാൻ പല ജോലികൾ ചെയ്യുന്ന ആളാണ്. എല്ലാ ജോലിയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ജോലിയിലും ഞാൻ അധികകാലം തുടരാറില്ല. ഞാനൊരു സ്റ്റേജ് സിംഗറായിട്ടുണ്ട്. ഞാനൊരു സർക്കസ് അഭ്യാസിയായി ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ജിംനാസ്റ്റിക്സ് കോച്ചായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പാരീസ് ഫയർഫോഴ്സിൽ ഞാനൊരു സർജൻ്റായിരുന്നു സാർ. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ UK വരുന്നത്. ഇവിടെ എത്തിയപ്പോൾ താങ്കളുടെ പരസ്യം കണ്ടു. അങ്ങനെ ഞാൻ ഏജൻസിയായി ബന്ധപ്പെട്ടു. ഞാനിത് അവിടെ എത്തി. അപ്പോൾ ഫിലിസ് ഫോഗിനെ നമുക്കറിയാം, അധികമൊന്നും സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. പകരം കിട്ടിയ സെർവൻ്റ് ആണെങ്കിൽ സംസാരം നിർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഫിലിസ് ഫോഗ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ചോദിച്ചു, സമയത്രയായി? ഈ ചോദിക്കുന്ന സമയത്ത് തന്നെ ഫിലിസ് ഫോഗ് ചുമരിലേക്കൊന്ന് നോക്കുകയാണ്. അവിടെ ഒരു ക്ലോക്കുണ്ട്. ആ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലോക്കാണ്. സെക്കൻഡ് അക്യുറേറ്റ് ആയിട്ടുള്ള ടൈം, അതുകൂടാതെ ഒരു കാലണ്ടറിൻ്റെ ഉപയോഗം ചെയ്യും. ദിവസവും മാസവും വർഷവും ആഴ്ചയും എല്ലാം കാണിക്കുന്ന ഒരു ഡേറ്റ് കാലണ്ടറും ക്ലോക്കും കൂടി ചേർന്നൊരു സംവിധാനം. നമ്മുടെ പാസ്പോർട്ട് വേഗം പോക്കറ്റിൽ നിന്നൊരു വാച്ച് പുറത്തെടുത്തു. അന്ന് റിസ്റ്റ് വാച്ച് അല്ല, പോക്കറ്റ് വാച്ചാണ് കൂടുതലുള്ളത്. അതിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, 11:22. ഫിലിസ് ഫോഗ് പറഞ്ഞു, താൻ 4 മിനിറ്റ് ലേറ്റ് ആണല്ലോ. അത് പറഞ്ഞുകൊണ്ട് ആ ക്ലോക്കിലേക്ക് വിരൽ ചൂണ്ടി. ക്ലോക്കിലപ്പോൾ സമയം 11:26. ശരി, ഇനി മുതൽ നിന്റെ സമയം 11:29. അതായത് ശരിക്കുള്ള സമയത്തിനേക്കാൾ 3 മിനിറ്റ് ഫാസ്റ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ശരി സാർ, മറ്റേ ആളു. ഈ പറയുന്നതിനിടെ തന്നെ ഇടതുവശത്തിരുന്ന ഒരു ഹാറ്റ് എടുത്ത് ഫിലിസ് ഫോഗ് തലയിൽ വയ്ക്കുന്നു, ഇറങ്ങി നടക്കുന്നു. പഴയ സെർവൻ്റ് പറഞ്ഞു, അദ്ദേഹം ക്ലബിലേക്ക് പോവുകയാണ്,
ഇന്ന് ഇത്തിരി വൈകിപ്പോയി. പുറകെ പഴയ സർവൻറ്റും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പാസ്പോർട്ട് ആ വലിയ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്.